അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളായാലോ. ഞങ്ങള് കല്യാണത്തിനായിട്ട് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ ചോറ് പൊതിയൊക്കെ കിട്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങുമ്പം ഇടയ്ക്ക് വെച്ച് കഴിക്കാൻ വേണ്ടി തിരുവനന്തപുരം ഞങ്ങൾക്ക് 2.5 മണിക്കൂറേ ഉള്ളെങ്കിലും തിരുവനന്തപുരമല്ല, തമിഴ്നാട് കേരള ബോർഡറാണ്. ഇന്നൊരു പൊതിച്ചോറൊക്കെ ആയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം അല്ല ശരിക്കും ഇല്ലേ, കുളച്ചലോ, തമിഴ്നാട് ബോർഡർ. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം അങ്കിളിൻ്റെ പറമ്പിൽ നിന്നാണ് ഇല വെട്ടുന്നത്. ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ഇല വരിക വെട്ടുക. നാല്, ഇതും കൂടി കൂട്ടി 5. അയ്യപ്പാ, വിഷ്ണുവിന്, കല്യാണിക്ക്, 6 ഇലയായി. നമ്മൾ എത്ര പേരുണ്ട്? ആ മതി അപ്പോൾ ഇല. മതി മതിയടി. 7 ഇലയായി. മതി. നീ പോയി പാത്രം മേടിച്ചിട്ട് വാ. എൻ്റെ കോലം കണ്ട ആങ്ങള് പേടിക്കണ്ടാലോ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നീ ആയാലും കൊണ്ട് അങ്ങ് പോ, ഇനി എനിക്കെല്ലാം പിടിക്കാൻ സ്ഥലമില്ല. ഇത് അബിയു അല്ലേ? അങ്കിളിൻ്റെ അബിയു ഇത്രയായില്ലേ? ഇത് മറ്റേ സംഭവമല്ലേ, ഇതിൻ്റെ പേരെന്തായിരുന്നു? മൾബറി. ഇത് അങ്കിളിൻ്റെ മൾബറി തോട്ടമൊന്നുമില്ല, മൾബറി. കായുണ്ട്, 2-3 കായുണ്ട്, പക്ഷെ കറുത്തില്ല. അങ്കിളിന്റെ പറമ്പിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. മിറാക്കിൾ ഫ്രൂട്ട്, ഈ മൾബറിയിൽ എന്ത് പുഴുവാ വരുന്നത്? മൾബറി, ചാമ്പയ്ക്ക, സ്വീറ്റ് ചാമ്പയ്ക്ക, മറ്റേ എന്താ പറയുക, പനിനീർ ചാമ്പയ്ക്ക, അത് പിന്നെ കുറേ ഫ്രൂട്ട്സുകളുണ്ട്. ചേച്ചിയോടെ എന്തോ പാത്രം വാങ്ങാൻ പോയതാ, അങ്കിളിന് ഫുഡ് കൊണ്ട് കൊടുത്തതിന്റെ എന്തോ പാത്രം വാങ്ങാൻ പോയതാ. അങ്കിൾ അവിടെ ഇല്ല. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അതേത് പാട്ടാ കാണിച്ച്? അയ്യോ, എൻ്റെ സൗണ്ട് ഏറ്റവും വലിയ വിറ്റ്. എന്ന് ശരിയാകുമോ എന്തോ എൻ്റെ സൗണ്ട്. കുറച്ച് ശരിയായില്ലേ? ഹായ് ജാതിക്ക, നമുക്ക് ഈ ജാതിക്ക പറിക്കാം. എത്ര ഇല വേണം? നമ്മൾ എത്ര പേരാ? 1 2 3 4 5 6 ഇല മതി. 3 കൂടി എടുത്തുണ്ടോ? പിന്നെ മീനൊക്കെ പൊതിയാനായിരിക്കും, ചോറിനകത്ത് വെക്കത്തില്ല. ആ മീനൊക്കെ പൊതിങ്ങി എടുക്കും. നല്ലൊരു കവറുണ്ട്, കവർ. ഞങ്ങൾ പൊതിയൊക്കെ കെട്ടി വന്നപ്പോഴത്തേക്ക് ഒരു സമയമായി. അപ്പൊ ചേച്ചി പറഞ്ഞത് നമുക്ക് കഴിച്ചിട്ടൊന്ന് ഇറങ്ങിയാ പോരേന്ന്. ആ ശരി, നമുക്കൊരു 1:30-2 മണിയാകുമ്പോ കഴിക്കാടി. അല്ലാതെ എടാ പിന്നെ അങ്ങനെ പൊതിയൊക്കെ വേഗം നമ്മൾ കെട്ടി നമ്മൾ ഇറങ്ങാൻ റെഡി ആകുവാണ്. ഇത് വിഷ്ണുവിന്റെ പൊതിച്ചോറ്. അല്ല, ഇച്ചിരിയുടെ വേണം. ഞാൻ ഉദ്ദേശിച്ച ഒരു തവി അതല്ല. മതി അമ്മേ, മതി. കല്യാണി എവിടെ, ഞാൻ ഏത് ഉടുപ്പിടണോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന ഉടുപ്പൊന്നും ആളിടത്തില്ല. ഇപ്പൊ നമ്മൾ 2 ഉടുപ്പ് കൊണ്ട് കാണിക്കും, ഇതിടണോ. നമ്മൾ ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാല് അതിടില്ല, അപ്പുറത്തെ സൈഡിലേതേ ആളിടത്തേ ഉള്ളൂ. എനിക്ക് സ്പെഷ്യലായിട്ടുള്ളതാണ് ഉണക്കമീൻ. ഈ ഉണക്കമീൻ എൻ്റേത്. കുഞ്ഞ് ചമ്മന്തി എൻ്റേത്. അച്ചാറ് എന്തുവാടാ? എടാ കെട്ടിവനെ, നിന്റെ മീനും കൂടി എൻ്റെ അതിനകത്ത് വെച്ചേക്കാനോ? ഓ, കുറച്ചങ്ങ് വാരി ഇട്ടേക്കടി. നല്ല ബാക്കിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബോധിക്കങ്ങ് എടുക്കാതെ മതിയോ? ആ മതി. ബാക്കി പേപ്പർ ഇല്ലയോ? പേപ്പർ ഇല്ലാതാണോ? പേപ്പർ ഇല്ലാതെ പൊതിയടി.
അങ്ങനെ 6-7 പേർക്കുള്ള പൊതിയൊക്കെ കെട്ടാനുണ്ടായിരുന്നു. നമ്മൾ പൊതിയെല്ലാം വേഗം വേഗം കെട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം വെറുതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് പേപ്പർ വേണം. എല്ലാം വെട്ടുവാനെ. അയ്യോ എന്റെ പൊതിച്ചോറ് എനിക്ക് പേരെഴുതാനുള്ളതാ. നിങ്ങളുടെ പൊതിച്ചോറ് റെഡി. അങ്ങനെ പൊതിയൊക്കെ കെട്ടി ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു കൊട്ടാരക്കരയൊക്കെ ആയപ്പോഴാണ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. നമ്മൾ വഴിയിൽ അടക്കി കിടന്നിരുന്ന ഒരു കടയുടെ ഫ്രണ്ടിലാണ് നമ്മൾ പേപ്പറൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് ലാസ്റ്റിലെടുത്ത് വേസ്റ്റെല്ലാം നമ്മളൊരു കവറിലിട്ടിട്ട് പോകുമായിരുന്നു. വിഷ്ണു, എൻ്റെ പേര് കങ്കാരുവാ. വിഷ്ണുവൊക്കെ ആരും വിഷ്ണു അടങ്ങിയിരുന്നതായി പേപ്പർ ഇടുമ്പോ ഞാൻ അവിടെ അങ്ങ് പടച്ചേ ആദപ്പനെ എടുത്തേ. ആദപ്പനെ എടുത്തേ. എൻ്റെ ആദപ്പനെ എടുത്തേ. കല്യാണിയോട് എന്ത് പറഞ്ഞിട്ടും കല്യാണിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ് കുഴപ്പമില്ല, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് പിസ്സ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം എന്ന്. ലാസ്റ്റ് പിസ്സ മേടിച്ചു കൊടുത്തിട്ടാണ് പോയത്. കല്ലു എന്റെ കൈ മാത്രം. ചായക്കാരാ ആദപ്പന് കറക്റ്റ് 4 മണിയാകുമ്പോൾ ചായ വേണം. അതിന്റെ ബഹളമാണ് ആദപ്പൻ കാട്ടുന്നത് ഫുള്ള്. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി. എന്നിട്ട് നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോവുക ചെയ്തത്. നമ്മൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു റൂം എടുത്തത്. നമുക്ക് റൂമിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ എത്തിയത് രാത്രി ആയിപ്പോയായിരുന്നു. അപ്പം രാവിലെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. നമ്മൾ കുറച്ചേരമൊക്കെ അവിടെ ഇരുന്ന് രാത്രി ഒരു 11 മണിയൊക്കെ ആയിട്ടാണ് തിരിച്ച് റൂമിൽ പോയത്. അങ്ങനെ അവർ അമ്മയും മോളും സെൽഫിയൊക്കെ എടുത്തിരുന്ന് നമ്മൾ തിരിച്ച് റൂമിലേക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ പോയി. അപ്പം നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിരുന്നു റൂം എടുത്തത്. ഇതിന് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഓഡിറ്റോറിയം കല്യാണത്തിൻ്റെത്. എന്ത് വെള്ളച്ചാട്ടമായിരുന്നു, ഞാൻ പേര് മറന്നു പോയി. എന്തായാലും അത് ഞാൻ കൺഫേം ആക്കി ഇട്ടിട്ടേക്കാം എന്തായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ പേരെന്ന്. എനിക്ക് റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.